ഈ ഒരു ചിമ്മിനി ഞങ്ങളൊരു ഐലൻഡ് കിച്ചണിന്റെ ചിമ്മിനി ആയതുകൊണ്ട് അതിന്റെ ചിമ്മിനി എങ്ങനെയായിരിക്കും എന്തായിരിക്കും നമ്മൾ ആ സമയത്ത് അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് പ്രത്യേകം പറയുന്നത് കേട്ടോ. നമ്മള് സ്ട്രക്ചർ ഒക്കെ ആയിട്ട് ചിമ്മിനി വെക്കാൻ പോകുന്ന സമയത്താണ് മനസ്സിലായത് കുറച്ച് പാടുപെടുന്നുള്ളത്. കാരണം ഈ വാൾ മൗണ്ട് ചിമ്മിനീസ് ഇഷ്ടംപോലെ എല്ലാവിടെയും കിട്ടും. ഞങ്ങൾ ഈ ചിമ്മിനി നോക്കാൻ, ഐലൻഡിന്റെ ചിമ്മിനി നോക്കാൻ ഞങ്ങള് എറണാകുളം, തൃശ്ശൂർ അങ്ങനെ കുറെ സ്ഥലത്ത് പോയിട്ടാണ് നമുക്കിത് എലീക്കേന്ന് കിട്ടിയത് അല്ലേ. അതായത് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, കാരണം ഇതിന് പൊതുവെ വില കൂടുതലായിരുന്നു, അത് നമുക്കറിയില്ലായിരുന്നു. ഐലൻഡിന്റെ ചിമ്മിനീന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഭയങ്കരമാണ്. മറ്റതിന് നേരെ ഡബിൾ തന്നെ വേണമെങ്കിൽ പറയാം. അതൊന്നും നമുക്ക് ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഓപ്പൺ കിച്ചൺ വേണ സമയത്തൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. വാങ്ങാൻ പോയപ്പോഴാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഇതെല്ലാം സെറ്റായി. പിന്നെ നമുക്കിനിയിപ്പോൾ അതിൽ മാറ്റം വരുത്താനൊന്നും പറ്റില്ല, കാരണം എല്ലാം തീർന്നു. പിന്നെ വാങ്ങല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യണ സമയത്ത് തന്നെ നമ്മൾ ഏത് എക്യുപ്മെന്റ് ആണ് അല്ലെങ്കിൽ ഏത് കമ്പനിയുടെയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും കൂടി അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ പണി തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ മാറ്റാം. അല്ലെങ്കിൽ എല്ലാ രീതിയിലും മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാനിൽ നമുക്ക് സെറ്റിൽ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യും. പിന്നെ ആ സമയത്ത് നമുക്കത് ഭയങ്കര വില ഉള്ളതാന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിപ്പോ ഞങ്ങൾക്ക് അയച്ചിട്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്നല്ല, പക്ഷെ നമ്മൾ കുറെ തെരഞ്ഞ് അലയേണ്ടി വന്നു. ഈ ഒരു കിട്ടാൻ ഭയങ്കര തെരയേണ്ടി വന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കന്ന് ഒരു ഓണം ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തു. 3 എണ്ണം കൂടി അഡ്വാൻസ് ആയി ബുക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഓണം ഓഫറിൽ സംഭവം കിട്ടി. നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഡെലിവറി എടുത്തത്. പക്ഷെ അതിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ വാറണ്ടി ഒക്കെ ആ സമയമാകുമ്പോഴത്തേക്ക് തീരും. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു ഡീലിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഒരു ഉപദേശം അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, നമ്മൾ എന്താ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് സെലക്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സും ആവശ്യങ്ങളൊക്കെ ആദ്യം ഇതാക്കി അതിനനുസരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.